Hi everyone, welcome to our channel Crazy Cup Vlogs. Hi everyone. Welcome to our channel. Crazy Cup Vlogs. Yes. Okay. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ത് ചിക്കൻ? ക്രിസ്പി ചിക്കൻ ആണ്. വാമി കിപ്പി ചിക്കൻ എന്ന് പറയുള്ളൂ. അപ്പോൾ വാമിയുടെ ഡിഷായ കിപ്പി ചിക്കൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? കഴിഞ്ഞ തവണ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചിക്കൻ? ക്രിസ്പി ചിക്കൻ. എങ്ങനെയുണ്ട് കിപ്പി ചിക്കൻ? ആ ഷോർട്സിൽ നമ്മൾ ഈ ക്രിസ്പി ചിക്കൻ ചെയ്യുന്ന ഷോർട്സ് ആയതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആൾക്കാർക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചിട്ട് കുറച്ച് കോമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കരുതി ഞങ്ങൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ക്രിസ്പി ചിക്കൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ പീസസ് ആണ്. അപ്പം നമ്മൾക്കിപ്പോൾ സാധാ മാർക്കറ്റ്സിൽ ബോൺലെസ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ചിക്കനിൽ നിന്ന് ബോൺ റിമൂവ് ചെയ്തിട്ട് ബോൺലെസ് ആയിട്ടുള്ള പാർട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വിനിഗർ, വെള്ളം, പിന്നെ ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ നമ്മൾക്ക് വേണ്ടത് ജിഞ്ചർ, ഗാർലിക്, പിന്നെ ചില്ലി. ഇതൊക്കെ ചതച്ചിട്ടുള്ള ഒരു സാധനമാണ്. വലിയ പേസ്റ്റ് ആയിട്ടിട്ടല്ല, ചതച്ച് എടുക്കണം. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ചിക്കൻ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ ബോൺലെസ് പീസസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു പച്ചമുളകും ചതച്ചതാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ്സ് ഇങ്ങനെ നമ്മൾക്ക് സോക്ക് ചെയ്ത് വെക്കാം. ബിക്കോസ് ആ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനാണ് കേട്ടോ നമ്മൾ ഈ വിനേഗർ ആഡ് ചെയ്യുന്നത്. വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരെങ്കിലും ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു രണ്ട് ഒരേപോലുള്ള ബൗൾസ് എടുക്കണം. ഈ 2 ബൗളിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൈദ ഫ്ലോർ ഉണ്ട്, കോൺഫ്ലവർ ഉണ്ട്, പിന്നെ ഉപ്പുണ്ട്, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ. ഈ 2 ബൗളിൽ നമുക്ക് ഒരു ബൗളിൽ മാത്രം എഗ്ഗ് കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് 2 സെയിം ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈക്വൽ എമൗണ്ട് ഓഫ് മൈദ മാവ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു ബൗളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് കോൺഫ്ലവറും ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു കുഞ്ഞു ബൗളിൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. 2 ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ
മുളക് പൊടി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാമി എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ ബൗളിലോട്ട് നമ്മൾക്കൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതൊരു ബാറ്റർ രീതിയിലാക്കി എടുക്കാം. സൂക്ഷിച്ചൊഴിക്കണം. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലവ് ലാപ്പിൻ്റെ ബേബി പ്ലേ മാറ്റ് ആണ് കേട്ടോ. ഇത് ഡബിൾ സൈഡഡ് പ്ലേ മാറ്റ് ആണ്. ഇത് 0.8 സെൻറ്റിമീറ്റർ തിക്നെസ് സോഫ്റ്റ് കുഷൻ്റോട് കൂടിയാണ് വരുന്നത്. വാമിയുടെ ക്രോളിംഗ് പീരീഡ് തൊട്ടേ ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. വളരെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണത്. നല്ല പ്രിൻസോട് കൂടിയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പ് പ്രിൻ്റാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, അതുപോലെ കുറച്ച് ഇൻസെക്ട്സിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ ഉള്ള ഒരു മാറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഈസി ക്ലീനിങ്ങിനൊക്കെ പറ്റിയതാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. ഇതൊരു ആൻറ്റി സ്ലിപ്പ് ഡിസൈനോട് കൂടിയാണ് വരുന്നത്. അതായത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, അത് ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ വെക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സേഫായിട്ടും സ്കിഡാവാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. കുഷൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് വീഴുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഒരു സോഫ്റ്റ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ഇവിടെ മങ്കി ഇവിടെ നോക്കട്ടെ. ജിറാഫ് അല്ലേ? ജിറാഫ്. മഷ്റൂം എന്തേ? മഷ്റൂം. വെരി ഗുഡ്. ഇവിടെ ലേഡി ബഗ്. അവിടെ ലേഡി ബഗ്. എത്ര ലേഡി ബഗ് ഉണ്ട് എണ്ണി നോക്കുക മാമി. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് വെള്ളം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് ഈ ഒരു ബാറ്റിൽ ഫസ്റ്റ് ഇടാം. ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ മിക്സ്ചറിലോട്ട് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടെണ്ണയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ വാമിയുടെ ക്രിസ്പി ചിക്കൻ ആയിട്ടുണ്ട്. കുറച്ചിട്ട് ക്രിസ്പിയാണോ? കിപ്പിയാണോ? അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം. ഓക്കെ.